പ്രഭാഷണങ്ങളും കേൾക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, അത് ശരിക്കും ഗുരുവിനെ അറിയുക എന്നുള്ളത് മാത്രമല്ല, നമ്മെ അറിയുക എന്നുള്ളത് നമ്മെ കൂടി അറിയുക എന്നുള്ള ഒരു പ്രവൃത്തിയും കൂടെ അതിൽ നടക്കുകയാണ്. ഒരു സ്കാനിങ്. നാം എന്തിലൊക്കെ എത്രമാത്രം പോരായ്മകളും നന്മകളും എല്ലാം നമ്മളിലുണ്ട്, നമ്മെ തന്നെ വിലയിരുത്താനുള്ള ഒരു 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 അളവുകോൽ അല്ലെങ്കിൽ ഒരു അവസരവും കൂടെ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് വരികയാണ്. അപ്പോൾ നമ്മളിൽ നന്മകളെ വളർത്താനും നമ്മളിലുള്ള പോരായ്മകളെ പരിഹരിക്കാനും എല്ലാം ഈ പ്രഭാഷണങ്ങൾ, ഈ മുഴുമുത്തുകൾ, ഗുരുവിനെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് എന്നെ പോലെ തന്നെ ഈ ക്ലാസ് ശ്രവിക്കുന്ന ഏവർക്കും ഒരു ചെറിയ തോതിലെങ്കിലും അതിന് ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. നമുക്ക് എന്തായാലും ആചാര്യന്റെ വാക്കുകളിലേക്ക് പോകാം. ഭക്തവത്സലനായ ഗുരുവിനെ നമുക്ക് കൂടുതൽ അറിയാം. ആദരണീയനായ ഗുരുപ്രകാശൻ സ്വാമികളെ സാദരം ക്ഷണിച്ചുകൊള്ളും. കല്യാണസുന്ദരതനും കാരുണ്യാമൃതലോചനം താരുണ്യനിത്യബോധായ ശ്രീനാരായണ ഗുരും ഭജേ. നമഃ ശ്രീനാരായണ ഗുരുദേവ മഹാത്മനി അവതാരവരിഷ്ഠായ പൂർണ്ണബ്രഹ്മസ്വരൂപിണേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരു തൃപാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഗുരുവിൻ്റെ പ്രശിഷ്യ പരമ്പരയെ പ്രണമിച്ചുകൊണ്ട് സ്നേഹനിധികളായ ശിവഗിരി സാഹോദര്യം സ്മൈൽ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും സ്നേഹവന്ദനം. ഗുരുവിൻ്റെ ശിഷ്യവാത്സല്യത്തെ, ഭക്തവാത്സല്യത്തെ എങ്ങനെ വർണ്ണിക്കാനാവും? ചില രംഗങ്ങളൊക്കെ നമുക്ക് കണ്ടുപോകാം. പിന്നീടൊരിക്കൽ നമുക്കതിനെ വിലയിരുത്താം. നോക്കൂ, അവിടുന്ന് ചില വേളകളിൽ ഭക്തന് ദാസനാവുകയാണോ എന്ന് തോന്നിപ്പോകും. ആത്മീയതയുടെ ആ പരകോടിയിൽ നിന്നുകൊണ്ട് അവിടുന്ന് എത്രത്തോളം അക്ഷരാർത്ഥത്തിൽ എളിയോർക്കിണങ്ങി നിൽക്കുന്ന മുഴുമുതലാകിയ മൂർത്തിയായി ഇറങ്ങി വരുന്നു. ഇതിനെയാണ് ഇറങ്ങി വരവ് അഥവാ സാധാരണക്കാർക്ക് പ്രാപ്യമാകും വിധമുള്ള അവതരിക്കൽ എന്ന് പറയുന്നത്. അവതാര സങ്കല്പം ഗുരുവിന് മാത്രമേ ഇണങ്ങുന്നുള്ളൂ എന്ന് കൂടുതൽ കൂടുതൽ നമുക്ക് ബോധ്യപ്പെട്ടു വരികയാണ്. യഥാർത്ഥ ഭക്തന് അടിമയായിത്തീരും ഭഗവാൻ എന്ന് പറയുന്നത് വെറുതെയല്ല. ഭഗവാൻ ഏറ്റവും പ്രീതിപ്പെടുന്നതും യഥാർത്ഥ ഭക്തൻ തന്നെ ആശ്രയിക്കുമ്പോഴത്രേ. ഭക്തിക്ക് സമൂഹം
പല മാനദണ്ഡങ്ങളും വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഭഗവാന് വേണ്ടി കൂടുതൽ സമർപ്പണങ്ങൾ ചെയ്യുന്നവർ, ഭഗവാനെ കൂടുതൽ കീർത്തിക്കുന്നവർ, ഭഗവത് സേവ ജീവിത വ്രതമാക്കി മാറ്റുന്നവർ, ഇങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. ഭക്തോത്തംസന്മാരെന്ന് അങ്ങനെയുള്ളവരെ പ്രകീർത്തിക്കാറുമുണ്ട്. ചില പുരാണ പുരുഷന്മാർക്ക് അങ്ങനെ ഒരു വിശേഷണവും കൂടി വന്നിട്ടുണ്ട്. ഭക്ത ഹനുമാൻ, ഭക്ത പ്രഹ്ലാദൻ. ചുരുങ്ങിയ പേരുകളേ ഉള്ളൂ അങ്ങനെ പറയുക. ഗുരുദേവ ചരിതത്തിൽ ഈ പേരെടുത്ത് പറയാത്ത അജ്ഞാതരായ എത്രയോ ആളുകൾ അവരുടെ ഗുരുഭക്തി കൊണ്ട് ഗുരുവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പ്രമാണപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വന്ന പേരുകളെ മാത്രമേ നമ്മൾ കണക്കിലെടുക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ അവഗണിച്ചു വിടുകയാണ് പതിവ്. നാം കാണാൻ പോകുന്നത് ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് പ്രസിദ്ധപ്പെട്ട 1924 സർവമത സമ്മേളനത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരുന്ന ഒരു രംഗമാണ്. പലരും കരുതുന്നത് പോലെ ഗുരുദേവൻ ആലുവയിൽ നിന്നുകൊണ്ട് ഈ സമ്മേളന കാര്യങ്ങളുടെ എല്ലാം മേൽനോട്ടം വഹിച്ചുകൊണ്ട് ശിഷ്യഗണങ്ങളെ അതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ കൊണ്ട് പലതും നിർവഹിപ്പിച്ചുകൊണ്ട് അവിടെ വിരാജിക്കുകയായിരുന്നു എന്നാണ്. എന്നാൽ അങ്ങനല്ല. ഇതിൻ്റെ പ്രധാന ഒരുക്കങ്ങൾ നടക്കുന്ന സമയം ഗുരുദേവൻ ആലുവയിൽ ഇല്ലായിരുന്നു. അവിടുന്ന് ഒരു സഞ്ചാരത്തിലായിരുന്നു. ഈ സമയം അവിടുന്ന് കൊല്ലത്താണ്. അവിടുന്ന് ഒരു ദൃഢവ്രതം തന്നെ എടുത്തിരിക്കുകയാണ്. മാതൃകാ പാഠശാല അവിടെ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അതിന് ഏറെക്കുറെ അംഗീകാരവും പ്രശസ്തിയൊക്കെ കൈവന്നിരുന്നു. അതിൻ്റെ അഭിവൃദ്ധിക്കായി പരിശ്രമം നടക്കുന്ന കാലമാണ്. പ്രമാണപ്പെട്ട പല അധികാരികളും അവിടെ സന്ദർശിച്ചിരുന്നു. അവരുടെ എല്ലാ അനുഭാവം കൊണ്ട് ആ സംസ്കൃത പാഠശാലയെ ഒരു കലാശാലയായി തന്നെ ഉയർത്തുന്നതിനുള്ള ദീർഘവീക്ഷണത്തോടെയാണ് ഗുരുവിൻ്റെ ഈ പുറപ്പാട്. ഓരോ പ്രദേശത്തെത്തി അവിടുന്ന് ആരെയും കൂട്ടി ആ പ്രദേശത്തുള്ള ഭക്തന്മാരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചു പോകുന്ന സമയമാണ്. ഈ സർവമത സമ്മേളനത്തെക്കുറിച്ച് ആരെങ്കിലും ഉണർത്തിക്കുമ്പോൾ അവിടുന്ന് മൊഴിയുന്നത് നമുക്കിപ്പോൾ ഇതാണ് പ്രധാനം. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊള്ളും. ഇങ്ങനെ മൊഴിയായിരുന്നു പതിവ്. ചില വേളകളിൽ അനുചരന്മാർക്ക് തോന്നാതിരുന്നില്ല, അവിടുന്ന് ഇതിൽ പങ്കെടുക്കുമോ? എന്തുകൊണ്ടെന്നാൽ ഓരോ ദിവസവും മുൻകൂട്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരൊക്കെയാണ് കാണുന്നത്, ഏത് പ്രദേശത്തൊക്കെയാണ് സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് സൂചന ലഭിക്കുമായിരുന്നു.
അപ്പൊ ഇത് ആലുവയിൽ അറിഞ്ഞു. സത്യവ്രത സ്വാമിയെ പോലെ ഒരു മഹാനുഭാവനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഗുരുവിനെ നല്ലതുപോലെ അറിയാം. പലപ്പോഴും ശിഷ്യഗണങ്ങളെ കൊണ്ടാണ് പലതും ചെയ്യിക്കുന്നത്. ഇതും ഏതാണ്ട് അങ്ങനെ ആയി തീരുമോ എന്നൊരാശങ്ക സ്വാമികൾക്കുണ്ടാകാതിരുന്നില്ല. അപ്പൊ അവിടുന്ന് ഒരാളെ നിയോഗിക്കുകയാണ്. ചെന്ന് കൂട്ടിക്കൊണ്ടുവരണം, അല്ലെങ്കിൽ അവിടുത്തെ അസാന്നിധ്യം ഉണ്ടാകും. അങ്ങനെ കൊല്ലത്ത് വന്ന് നല്ല നയോപായങ്ങളൊക്കെ എടുക്കേണ്ടി വന്നു ഗുരുവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകുവാൻ. അപ്പൊ അങ്ങനെ കൊല്ലത്ത് നിന്ന് ഒരു ബോട്ടിൽ യാത്രയ്ക്കുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ട്. ഈ മെത്തപ്പായ്, പാത്രങ്ങള്, അത്യാവശ്യം പാചകം ചെയ്യാനുള്ള സാമഗ്രികള്, അതിനുള്ള ധാന്യാദികള്, ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം കരുതിയാണ് പോകുന്നത്. ചില വേളകളിൽ വള്ളത്തിൽ വെച്ച് തന്നെ അതിൻ്റെ സൗകര്യം അനുസരിച്ച് പാചകം നടക്കും. അപ്പം അതിനുള്ള ശുദ്ധജലവും കൂടി കരുതിയിരിക്കും. അപ്പം അതിന് ഹിതമറിഞ്ഞ് എല്ലാം നിർവഹിക്കാൻ പറ്റുന്ന ആളൊപ്പം ഉണ്ടാവും. അങ്ങനെ പോരുമ്പോൾ സാധാരണ യാത്ര വേളയിൽ അവിടുന്ന് ഒന്നും മൊഴിയാറില്ല. സാധാരണക്കാരൊക്കെ ഈ വർത്തമാനം പറഞ്ഞും മറ്റുമാണ് ട്രെയിൻ യാത്രകളിലൊക്കെ കാണാം. മൗനമായിട്ടിരിക്കുന്നവരും ഇല്ലാതില്ല. എങ്കിലും അടുത്ത് പരിചയമായി ആ യാത്രാവേള വിരസമാകാതിരിക്കാൻ ചില വേളകളിൽ ഈ ചർച്ച ചൂട് പിടിക്കുക തന്നെ ചെയ്യും. ഗുരു യാത്രാവേളകളിൽ ഒന്നും മൊഴിയാറില്ലായിരുന്നു എന്നാണ് സഹചാരികളുടെ അനുഭവം കുറിച്ചു വച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ബോട്ട് ആലപ്പുഴ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അന്നത്തെ യാത്ര ആലപ്പുഴ കൊണ്ട് അവസാനിക്കും. അവിടെ വിശ്രമിച്ചതിന് ശേഷം അടുത്ത ദിവസം എറണാകുളത്തെത്തണം. അവിടുന്ന് തീവണ്ടി മാർഗമാണ് ആലുവയിലെത്തേണ്ടത്. ഇപ്പം ഏതാണ്ട് സന്ധ്യയോടെടുക്കുന്നു. ഒരു ബോട്ട് കടവിൽ വന്നപ്പോൾ അവിടെ നല്ലൊരു പ്രാർത്ഥനാന്തരീക്ഷം. ആ സന്ധ്യയുടെ ആ ഒരു ശാന്തതയിൽ ആ പ്രാർത്ഥന നല്ലതുപോലെ മുഴങ്ങിക്കേട്ടിരുന്നു. അത് കേൾക്കുമ്പോൾ അറിയാം, അത് കുറെ ആളുകൾ ചേർന്നാണ് ചൊല്ലുന്നത്. ഇപ്പൊ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, അത് കുമാരനാശാന്റെ ഗുരുസ്തവമാണ്. പ്രസിദ്ധമായ നാരായണമൂർത്തെ എന്ന പ്രാർത്ഥനയാണ്. ആശാൻ ചരമമടഞ്ഞിട്ട് ആഴ്ചകൾ പിന്നിടുന്നതേ ഉള്ളൂ, മാസം ആയി. അപ്പൊ ആ സമയത്ത് ആശാന്റെ ആ സ്മരണകളും ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുകയാണ് സമൂഹ മനസ്സിൽ. അപ്പോൾ ആ ബോട്ട് കരയോടടുക്കുമ്പോൾ നല്ല സ്പഷ്ടമായി ഈ പ്രാർത്ഥന കേട്ടു. അവിടുന്ന് ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന്
ഒരു പ്രത്യേക ശാന്ത ധന്യ ഭാവത്തിൽ ആണ് ഇരിക്കുന്നത്. കാണാം അവിടുന്ന് ആ ബോട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ഇപ്പം ബോട്ടെന്ന് പറയുമ്പോൾ യാത്രാവഞ്ചി, ഇത് സ്പെഷ്യൽ ബോട്ടാണ്, വെള്ളം എന്ന് ധരിച്ചോണം. ഒരു പ്രത്യേക വഞ്ചിയാണ് അതിന് ഏർപ്പാട് ചെയ്തിരുന്നത്. അനുചരന്മാരല്ലാതെ വേറെ ആരും അതിലില്ല. അവിടുന്ന് കരയ്ക്കിറങ്ങുന്നു. ഈ പ്രാർത്ഥന കേട്ട വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എല്ലാവരും അനുഗമിക്കുന്നു. അവിടെ കയറി ചെന്നപ്പോഴെന്താണ്, കുറെ ആളുകൾ കൂടിയിട്ടുണ്ട്. സന്ധ്യാസമയമാണ്. ആ ഭൂമുഖത്ത് നിലവിളക്കെരിയുന്നുണ്ട്. ഗുരുവിന്റെ ചിത്രം വെച്ചിട്ടുണ്ട്. ദീർഘനേരം ഇരുന്ന് ഭജന പാടാനുള്ള തയ്യാറെടുപ്പിലാണെന്നുള്ളത് വിപുലമായ അവിടുത്തെ സജ്ജീകരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പൊ അവിടെ കാണാം, ഗുരുവിന്റെ ചിത്രം വെച്ചിട്ടുണ്ടെങ്കിലും അതിന് സമീപത്ത് തന്നെ സാമാന്യം നല്ലൊരു കസേര, ഒരു വെള്ള വിരിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. ആരെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ഗുരുദേവൻ ആ കസേരയിൽ ഉപവിഷ്ടനായി. അവിടെ കൂടിയിരുന്ന ആ ഭക്ത ജനങ്ങളുടെ ഭക്ത്യാധിക്യം കാണേണ്ടത് തന്നെയായിരുന്നു. എന്തുകൊണ്ടോ അവിടുത്തെ ആ പ്രത്യേക ഭാവം കൊണ്ട് ഈ നമസ്കരിക്കാനോ മറ്റോ എന്തോ എല്ലാവരും ഒരു സ്വയം നിയന്ത്രണം പാലിച്ചതുപോലെ യാതൊരു അച്ചടക്ക ഭംഗവും ഉണ്ടായില്ല. അതുവരെ ചിത്രം കണ്ട് പ്രാർത്ഥിച്ചു പോന്നവർ സാക്ഷാൽ ഗുരുമൂർത്തിയെ തന്നെ കണ്ട് മുക്തകണ്ഠം പ്രാർത്ഥിച്ചു. അവർക്കെല്ലാം ഉണ്ടായി ഒരു നിർവൃതി. അത് പര്യവസാനിച്ചപ്പോൾ അവിടുന്ന് എല്ലാവരെയും നോക്കി. എല്ലാ മുഖങ്ങളിലേക്കും ആ കണ്ണ് എത്തി. ആ ദൃഷ്ടി കൊണ്ട് അനുഗ്രഹം ചൊരിഞ്ഞു. ഭാവം കൊണ്ട് നന്നായി വരും എന്ന ആശിസ് ചൊരിഞ്ഞുകൊണ്ട് അവിടുന്ന് ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോരുകയാണ്. ഒന്നും മിണ്ടുന്നില്ല. സ്വാഭാവികമായിട്ടും എല്ലാവരും അവിടുത്തെ അനുഗമിച്ചു പോയി. അവിടുന്ന് വീണ്ടും ആ ബോട്ടിൽ കയറുന്നു. സാവകാശം ആ ബോട്ട് യാത്ര പുനരാരംഭിക്കുകയാണ്. ഇതെന്താണ് സംഭവം? ഇത് യാദൃച്ഛികമായി പോകുന്ന വഴിക്കൊരു പാട്ട് കേട്ടു. നമ്മളൊക്കെ യാത്ര പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒന്ന് നിർത്തി ഒന്ന് വീക്ഷിച്ച് പോകാറുണ്ട്. ഇനി വല്ല വണ്ടിക്കൊക്കെയാണ് പോകുന്നതെങ്കിൽ ഗുരുവിൻ്റെ നാമത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു ചടങ്ങ് റോഡ് സൈഡിലൊക്കെ കണ്ടാൽ കൗതുകത്തോടെ ഒന്ന് നോക്കുവോ അല്ലെങ്കിൽ ഒന്ന് ഒതുക്കി നമ്മളൊന്ന് കയറുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഏതാണ്ട് അതുപോലെയാണെന്നേ ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഗുരുദേവൻ ആ ദേശത്ത് വന്നിട്ടുള്ള കാര്യവും അവിടുന്ന് ഒരു പ്രത്യേക ഉദ്ദേശവുമായി പലരെയും സമീപിക്കുന്ന കാര്യവും ഒക്കെ ആ ഭവനത്തിൽ അറിയുന്നുണ്ടായിരുന്നു.
എന്ന് മാത്രമല്ല, ആ ഭവനത്തിൽ നിന്നും ഗുരുവിലേക്ക് സംഭാവന പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് ആ വീട്ടുകാർ, മുഖ്യമായ അവിടുത്തെ കാരണവർ, അദ്ദേഹം മനസ്സുകൊണ്ടൊരു കണക്കുകൂട്ടൽ കൂട്ടി. ഇതിനിടയ്ക്ക് തൃപ്പാദങ്ങളെ ഈ ഭവനത്തിലേക്ക് വിളിച്ചാൽ വരാനിടയില്ല, അത് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. എന്താണെങ്കിലും അദ്ദേഹം ഈ ദേശത്തുണ്ടല്ലോ, അവിടുന്ന് ഈ ദേശത്താണല്ലോ ഇപ്പോൾ ഉള്ളത്. ആ സമയം നോക്കി വീട്ടിലൊരു ഭജന നടത്താം. തൃപ്പാദങ്ങൾ വന്നില്ലെങ്കിലും തൃപ്പാദങ്ങൾ വന്നിട്ടുണ്ട് എന്ന സങ്കല്പത്തിൽ ആ കസേര ഒരുക്കി ഇട്ടിരിക്കുകയാണ്. തൃപ്പാദങ്ങൾ അവിടേക്ക് വരുമെന്ന് സ്വപ്നേവി ആ വീട്ടുകാർ കരുതിയിരുന്നില്ല. പലയിടത്തും ഇതുപോലെ പ്രത്യേകമായി കസേരയും കട്ടിലും പിന്നെ ആരും ഉപയോഗിക്കാത്ത മിത്തപ്പായും ഒക്കെ കരുതി വെക്കുമായിരുന്നു. വരും എന്ന പ്രതീക്ഷയിലല്ല, വരണമെന്നെല്ലാവർക്കും ആഗ്രഹം കാണും. പക്ഷേ ലോകത്തിൻ്റെ മുഴുവൻ നാഥനായി കാണുന്ന ഒരാൾ, അത് തങ്ങൾക്കൊരിക്കലും പ്രാപ്യമാകുമെന്ന് അവർ കരുതുകയില്ല. സ്വാഭാവികമായിട്ടും സാധാരണ മനസ്സുകൾ അങ്ങനെ ഉദാരമായി ചിന്തിക്കും. നോക്കൂ, അങ്ങനെ ഒരുക്കപ്പെട്ട ആ കസേരയിൽ ഗുരുദേവൻ വന്നിരിക്കുക. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഏതാണ്ട് അന്തിക്ക് മുമ്പ് ആലപ്പുഴ എത്തണമെന്നും അവിടത്തേക്ക് നല്ലൊരു വിശ്രമ സൗകര്യം അവിടെ ഒരുക്കണമെന്നും കാട്ടി അവിടത്തേക്ക് കമ്പി അടിച്ചിട്ടുണ്ടായിരുന്നു, കമ്പി സന്ദേശം. അപ്പൊ അതനുസരിച്ച് ആളുകൾ അവിടെയും തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ പുറപ്പെടാം എന്നുള്ള ഒരു സമയം നിശ്ചയിച്ചിരുന്നത് അത് കണക്കാക്കിയാണ്. പക്ഷേ പുറപ്പെടാൻ തീരുമാനിച്ചപ്പോൾ അസാധാരണമായ ഒരു ധൃതി അവിടുന്ന് പ്രകടിപ്പിക്കുകയും പെട്ടെന്ന് പുറപ്പെടുകയായിരുന്നു. അത് ഒരുപക്ഷെ ഈ സമയം നോക്കി തന്നെ അവിടെ വന്ന് കയറണമെന്നുള്ള കൃത്യമായ കണക്കുകൂട്ടലോടെയാണ്. നോക്കൂ, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് തൃപ്പാദ സാന്നിധ്യം. അതേസമയം തന്നെ നമ്മുടെ ഉള്ളിൽ തന്നെ ആ സാന്നിധ്യം നമുക്കുണ്ടാവില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആ മനസ്സിൻ്റെ നിഷ്കളങ്കത, അവരുടെ ആത്മാർത്ഥത, അത് പൂർണ്ണമാണെങ്കിൽ ഗുരുവിനെ അങ്ങോട്ട് വലിച്ചടിപ്പിക്കുകയാണ് പ്രകൃതി തന്നെ. ഗുരു അങ്ങോട്ട് അടുക്കുകയാണ് അമ്പരപ്പിച്ചുകൊണ്ട്. എത്രയോ അനുഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇതാ ആ യാത്ര തുടരുന്നു. ഒരു അത്ഭുതം കൂടി നടക്കുന്നുണ്ട്. ആലപ്പുഴ എത്തുമ്പോൾ ഏറെക്കുറെ കണക്ക് കൂട്ടിയിരുന്ന സമയത്ത് കാലയെ കൂട്ടി തന്നെ ആളുകൾ അവിടെ കൂടിയിരുന്നു. അപ്പോൾ അവിടെ എത്തിയില്ല, കാണുന്നില്ല. എങ്കിൽ സമയം തെറ്റിയതായിരിക്കും. ഒന്ന് പിരിഞ്ഞു പോയി വരാമെന്ന് കരുതി ആളുകൾ ഏറെക്കുറെ പിരിഞ്ഞു പോയിരുന്നു. അങ്ങനെ ഉള്ള ഒരു സമയത്താണ് ആലപ്പുഴയിലേക്ക് ഈ ബോട്ട് എത്തുന്നത്.
അപ്പോൾ അവിടെ നിന്ന് ഒരു പ്രത്യേക സത്രം ഏർപ്പാട് ചെയ്യാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അത് ചെയ്തിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പം അവിടേക്ക് പോകണമെങ്കിൽ ഒരു റിക്ഷ വണ്ടി വേണം. ഇപ്പൊ ചില സമയം റിക്ഷാ വണ്ടി കൊണ്ടുവന്നാലും കയറാതിരുന്നിട്ടുണ്ട്. ഇപ്പൊ റിക്ഷാ വണ്ടിയായിരുന്നു അവിടത്തേക്ക് ഏറെ പ്രീതികരം. ഈ കാള വലിക്കുന്ന, ജന്തുക്കൾ വലിക്കുന്ന വാഹനത്തോട് താല്പര്യമില്ലായിരുന്നു. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ ചില സമയം റിക്ഷ വന്നാലും കയറില്ല. ആ റിക്ഷ വൃത്തിയായി സൂക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, ആ റിക്ഷാക്കാരൻ ഒരു വിലക്ഷണമായിട്ടൊക്കെയാണ് പെരുമാറുന്നതെങ്കിൽ, ഒരുപക്ഷെ ഈ മുറുക്കി തുപ്പുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ, ആ സമയം ഇയാൾ ഇതൊന്നും ചെയ്യുന്നില്ലായിരിക്കാം. ആളെ കാണുമ്പോൾ, വണ്ടി കാണുമ്പോൾ അവിടുന്ന് അതിർത്തിയൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. അവിടുന്ന് അത് കയറാതെ അങ്ങ് പോകും. അപ്പോൾ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഒന്ന് മൊഴിയും, ഓ നടന്നു പോകാമല്ലോ എന്ന് മാത്രം പറയും. അല്ലാതെ ആ റിക്ഷയെ കുറ്റം പറയാറില്ല. അത് നിത്യവും സഹചരിക്കുന്നവർക്ക് അവിടുത്തെ ആ സ്വഭാവം മനസ്സിലാകും. ഇതറിയാവുന്ന ആളായിരുന്നു ഒപ്പമുണ്ടായിരുന്നു എന്നതുകൊണ്ട് ഒരു നല്ല കൈവണ്ടി റിക്ഷ സംഘടിപ്പിക്കാനായിട്ട് പെട്ടെന്ന് പോയി. റിക്ഷ സംഘടിപ്പിച്ചുകൊണ്ട് വന്നപ്പോൾ ഗുരു മറ്റൊരു റിക്ഷയിൽ വേറൊരു ദിശയിലേക്ക് പോയിരിക്കുന്നു എന്നറിവ് കിട്ടി. ഇദ്ദേഹം ആകപ്പാടെ അമ്പരന്നു. ഇതെങ്ങോട്ടായിരിക്കും പോയിരിക്കുക? മറ്റേ റിക്ഷ അങ്ങ് മടങ്ങുകയും ചെയ്തു. ഇദ്ദേഹം ഏതായാലും അവിടെ നിന്നിട്ട് കാര്യമില്ല. ഗുരു ഏത് ദിശയിലേക്കാണോ പോയത് ആ ദിശ നോക്കി അവിടേക്ക് ഓടി. ഓടാതെ പറ്റില്ലല്ലോ. അയാളുടെ മാനസികാവസ്ഥ ഊഹിക്കാവുന്നേ ഉള്ളൂ. അദ്ദേഹം ആകെ അങ്കലാപ്പിലും വിഷമത്തിലും ആയിരിക്കും. അങ്ങനെ ഓടി ചെല്ലുമ്പോൾ കാണാം അവിടെ ഒരു കോവിലുണ്ട്. അത്ര വലിയ പ്രസിദ്ധമായ കോവിലൊന്നുമല്ല, ഒരു നാട്ടുംപുറത്തെ ഒരു കോവില്. അവിടെ കുറെ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നതായിട്ട് കണ്ടു. ഇവിടെ ഒരു പ്രത്യേകത, അങ്ങനെ കൂടി നിൽക്കുന്ന ആളുകളുടെ ആ ഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആൾ അവിടെ ഉണ്ടെന്ന്. അപ്പൊ അങ്ങനെ അവർ എങ്ങനെയുള്ള ഒരാളെയാണ് കാണുന്നതെന്നും എങ്ങനെയുള്ള ഒരു സങ്കല്പത്തിലാണ് നോക്കുന്നതെന്നും ആ നിപ്പ് കാണുമ്പോൾ അറിയാം. അദ്ദേഹത്തിന് സമാധാനമായി അവിടേക്ക് അണച്ചുകൊണ്ട് കയറി ചെന്നു. അപ്പൊ അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആളുകളെല്ലാം. പലരും കൈകൂപ്പിയും പലരും വിനയത്തോടെ അല്പം കുനിഞ്ഞും ചിലരൊക്കെ ഇരുകൈ കൊണ്ടും വാ കുത്തി അവിടുന്ന് എന്തെങ്കിലുമൊക്കെ മുഴിയുന്നത് ശ്രവിച്ചുകൊണ്ടും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നല്ല നിശബ്ദത. ഇദ്ദേഹത്തിന്റെ അണപ്പ് എല്ലാവർക്കും വ്യക്തമായി കേൾക്കാം. അദ്ദേഹം ചെന്ന് ഗുരുസമക്ഷത്ത് ആ അണപ്പോടെ തൊഴുതു നിന്നു. അപ്പോ വളരെ വാത്സല്യത്തോടെ, ഓ വേലായുധനോ, കാണാഞ്ഞിട്ട് വിഷമിച്ചുല്ലേ, നമുക്ക് പോകാം. അവിടെ
മറ്റൊരു റിക്ഷയിൽ കയറി അന്ന് ഒരുക്കപ്പെട്ട ആ സത്രത്തിലേക്ക് അവിടുന്ന് പോവുകയും ചെയ്തു. അവിടെ നിന്നാണ് പിന്നീട് പിറ്റേ ദിവസം എറണാകുളത്തേക്കും ആലുവയിലേക്കും പോകുന്നത്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കൂ. അന്നേരം ഗുരു അവിടെ നിന്ന് നിഷ്ക്രമിച്ചത്. ഇപ്പൊ കൂട്ടത്തിൽ ഉള്ളവരെ സംബന്ധിച്ച് നിഷ്ക്രമണമാണ്, അപ്രത്യക്ഷമാകലാണ്. പക്ഷെ അവരറിയുന്നില്ല ചെല്ലേണ്ടടുത്ത് ഗുരുവിനെ കൊണ്ടുപോവുകയാണ്. ഭക്തന്റെ ആഗ്രഹം, ഭക്തന്മാരുടെ ആഗ്രഹം. അവിടെ അതിന് ഒരവസരം ഒരുങ്ങി വരികയാണ്. അത് ഗുരു അറിയാതെ സംഭവിക്കുന്നില്ല. അവിടെയും മുമ്പ് പറഞ്ഞതുപോലെ ആ ഭജന പാടിയ ഇടത്ത് സംഭവിച്ചതുപോലെ ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച നിഷ്കളങ്കരായ ഭക്തന്മാരാണ് അവിടെ നിലകൊണ്ടിരുന്നത് എന്നതുകൊണ്ടാണ് ഇതാ ഇതുപോലെ ഒരു സമയം അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു, അതേസമയം പ്രത്യക്ഷപ്പെടേണ്ടിടത്ത് അവിടുന്ന് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. അസ്വാഭാവികമായി ഒന്നും സംഭവിച്ചതായിട്ട് അവിടുന്ന് കാണുന്നുമില്ല, ഭാവിക്കുന്നുമില്ല. ഗുരുവിൻ്റെ പ്രത്യേകത അതാണ്. എന്തെങ്കിലും ചെയ്യുമ്പോൾ, എന്തെങ്കിലും സിദ്ധികൾ പ്രകടിപ്പിക്കുമ്പോൾ അതൊന്നും വലിയ കാര്യമല്ല, താനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവം തെളിച്ചു പറഞ്ഞാൽ വൻഭാഗ വെടിഞ്ഞ ഗുരു. ഇങ്ങനെ ഒരു ഗുരുവിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ലീലകളാടാൻ, പെരുമാറാനല്ല ലീലകളാടാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, കൊല്ലം പ്രദേശത്ത് തന്നെയാണ്. അവിടുത്തെ ക്ഷണിച്ചുകൊണ്ട് പോകാൻ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ചിലയിടങ്ങളിലേക്കൊക്കെ അവിടുന്ന് പോകുന്നുണ്ട്. ചില ക്ഷേത്രങ്ങളിലേക്കൊക്കെ ആനയിക്കപ്പെടുമ്പോൾ ധാരാളം ആളുകൾ അവിടെ കാണാറുമുണ്ട്. അപ്പൊ അവിടെ 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. തൃപ്പാദങ്ങളോടൊപ്പം നടന്നില്ല എങ്കിലും അവിടുന്ന് ആ കുട്ടിയുടെ ദേശത്ത് വന്നപ്പോൾ പള്ളിക്കൂടത്തിൽ നിന്ന് സ്വാമിയെ കാണാനാണ് എന്ന് പറഞ്ഞ് അവധി ചോദിച്ചു വാങ്ങി വീട്ടിൽ വന്ന് കുളിച്ച് കുറിയിട്ട് തൃപ്പാദങ്ങളെ കൺകുളിർക്കെ കണ്ടയാളാണ്. ആ കുട്ടിയുടെ മാതാപിതാക്കളും ഒക്കെ ആ ക്ഷേത്രത്തിൽ വന്ന് സ്വാമി ദർശനം നടത്തുകയുണ്ടായി. അപ്പൊ അന്ന് ഈ ദർശനമെല്ലാം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ ഇവർക്ക് മൊത്തത്തിലൊരു സമാധാനവും ഒരു ഉത്സാഹവുമൊക്കെ, ജീവിതത്തിന് അർത്ഥമുണ്ടെന്നൊരു തോന്നല്, ഒന്നുകൂടി കരുതിയൊക്കെ അവര് ഈ വാക്കുകൾ പോലും പ്രയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ സ്വാധീനിക്കപ്പെട്ടവർ എത്ര പേരാണെന്നറിയുമോ? അപ്പൊ ആ ഇടയ്ക്ക് ഇവരുടെ ഈ തൊടിയിൽ ഒരു പ്ലാവ് കായ്ച്ചു. അപ്പൊ ആ പ്ലാവ് ആദ്യമായി കായ്ച്ചപ്പോൾ ഇവർക്കതൊരു സന്തോഷത്തിന് വകയായി. ഓ, പ്ലാവ് കായ്ച്ചല്ലോ. ആ അമ്മ അവിടെ നിന്ന് നേരുകയാണ്. പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല, ഈ ഇഷ്ടങ്ങൾ സാധിക്കാനുമല്ല. ഈ ചക്ക ഗുരുസ്വാമിക്ക് കൊടുക്കണം, ഗുരുസ്വാമിക്ക് കൊടുക്കണം. അപ്പൊ എന്തെങ്കിലും ദീനം മാറാനോ മറ്റു വല്ല കാര്യത്തിനൊക്കെ ആണെങ്കിൽ അത്
കൂടുതൽ താല്പര്യത്തോടെ ഇച്ചിരി വികല്പത്തോടെയൊക്കെ ആയിരിക്കും നേരുകയൊക്കെ. ആ നേർച്ചയ്ക്കുമൊക്കെ ഒരു ഭാവങ്ങളൊക്കെ കാണും. ഇതങ്ങനൊന്നുമില്ല. അവരിങ്ങനെ മനസ്സുകൊണ്ട് നിശ്ചയിച്ചു, വീട്ടിലത് പറയുകയും ചെയ്തു. പിന്നെ കാലം അങ്ങ് പോവുകയാണ്. ഒരു ചക്ക വിളഞ്ഞു വരണമെങ്കിൽ അതിൻ്റെതായ സാവകാശമുണ്ട്. ഇവർ ഈ ചക്ക ശ്രദ്ധിക്കുകയുണ്ടായില്ല. എന്നാൽ ഈ കുട്ടിയുണ്ടല്ലോ, അവനിത് അമ്മ സ്വാമിക്ക് വേണ്ടി നേർന്ന ചക്ക. അപ്പൊ സ്വാമിക്ക് വേണ്ടി നേർന്നതാണ് എന്നതുകൊണ്ട് ആ ചക്ക അവനെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് എന്നും അവൻ അത് ശ്രദ്ധിക്കും. രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോൾ ആ ചക്ക നോക്കും. ചില സമയം അടുത്ത് നിന്ന് ചെന്ന് നോക്കുകയും ചെയ്യും. ഇതൊരു നിത്യ സംഭവമായിരുന്നു അവന്റെ ജീവിതത്തിൽ. അപ്പൊ ഏതാണ്ട് ചക്ക വിളഞ്ഞു പാകമായി. ഒരു ദിവസം അതിൻ്റെ അടുത്ത് ചെന്നപ്പോ നേരിയ മണം. ഓ, ചക്ക പഴുത്തിരിക്കുന്നു. അവൻ ഓടി വന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, സ്വാമിയുടെ ചക്ക. അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. സ്വാമിക്ക് നേർന്ന ചക്കയാണ്, നമ്മുടെ ചക്കയല്ല. സ്വാമിയുടെ ചക്ക പഴുത്തല്ല. അവർ നെഞ്ചത്ത് കൈവച്ചു, ദൈവമേ, സ്വാമിക്ക് നേർന്ന ചക്ക. അപ്പൊ അത് ശ്രദ്ധിക്കാതെ പോയതിലുള്ള ഒരു ചെറിയൊരു അപരാധ ബോധവും അവർക്കുണ്ട്. ഭഗവാനെ എന്നുള്ള ആ വിളിയിൽ അതെല്ലാം ഉണ്ട്. അവർ തത്രപ്പെട്ട് അവിടെ ചെന്ന് ശ്രദ്ധിച്ചപ്പോ മണമുണ്ട്. കാണുമ്പോൾ അറിയാം പഴുത്തു. അതിൻ്റെ ഗന്ധം പഠിക്കുമ്പോൾ അറിയാം നല്ല ചക്കയാണ്, നല്ല ആകർഷകമായ ഗന്ധമാണ്. അവർക്ക് ആകപ്പാടെ ഒരു വേവലാതിയായി. ഇത് പഴുത്തല്ലോ, ഇത് സ്വാമി സന്നിധിയിൽ എത്തിക്കണം. അപ്പൊ സ്വാമി എവിടെ ഉണ്ടോ എന്ന് ഇന്നത്തെ പോലെ അന്വേഷിച്ചറിയാനൊന്നും മാർഗമില്ല. എല്ലാം ഒരു വിശ്വാസമാണ്. അപ്പോൾ ഇവർ കൊല്ലത്ത് നിന്ന് ഈ വള്ളം വഴി പുറക്കിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അതിൻ്റെ വള്ളത്തിൻ്റെ സൗകര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്താണെങ്കിലും സ്വാമി സന്നിധിയിലേക്ക് പോകണമെങ്കിൽ അല്പം കരുതലും തയ്യാറെടുപ്പും ഒക്കെ വേണം. അപ്പം ഏതായാലും ഇവർക്ക് അതിൻ്റെതായ ശാരീര ശുദ്ധിയും വീട് ഒക്കെ അതിന് യോജ്യമായിരുന്ന സമയമായിരുന്നു. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം അടുപ്പിച്ചു. ഇവർ പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഇങ്ങനെ കുറെ ആളുകൾ ഒരുങ്ങി ഒരു തീർത്ഥയാത്ര പോകുന്നത് പോലെ ഇവരുടെ വീടിൻ്റെ സമീപ പാതയിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. അവരുടെ പോക്ക് കാണുമ്പോൾ അറിയാം ഏതോ ദേവാലയത്തിലേക്കോ എന്തോ വിശേഷത്തിനോ പോവുകയാണ്. അപ്പം ആ സമയത്ത് ആ പ്രദേശത്ത് ഒരിടത്തും വിശേഷങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എവിടേക്കാണ്, എന്താണ് വിശേഷം എന്നറിയാൻ അവരോട് വിളിച്ച് ചോദിച്ചപ്പോൾ അടുത്തൊരു ക്ഷേത്രത്തിൽ സ്വാമി തൃപ്പാദങ്ങൾ എത്തിയിരിക്കുന്നു. അധികം ആരും അറിഞ്ഞിട്ടില്ല, അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ. അറിഞ്ഞ പാടെ സ്വാമി ദർശനത്തിനായി തിരക്കാകുന്നതിന് മുമ്പ് സ്വാമി ഒന്ന് കണ്ടു തൊഴുതാൻ പോകുന്നവരാണ്. ദൈവമേ, അവർ നെഞ്ചി കൈവച്ചു. വർക്കലേക്ക് പോകേണ്ടി വരുന്നില്ല. ഇതാ ഈ സമീപത്ത് തന്നെ, വെളിപ്പാടകലെ തന്നെ തൃപ്പാദങ്ങൾ എത്തിയിരിക്കുന്നു. പെട്ടെന്ന് ആ ചക്കയുമായി ആ അമ്മയും കുടുംബാംഗങ്ങളും ആ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവിടുന്ന് മറ്റെവിടേക്കോ ഉള്ള യാത്രയിലായിരുന്നുവെന്ന് നമുക്ക് കാണാം. എന്തിനായിരുന്നു അപ്പോൾ അവിടെ വന്നത്? അത് നമ്മൾ
മുമ്പ് കണ്ട സന്ദർഭം പോലെയാണ്. ഏതോ ഒരു യാത്രക്കിടയിൽ അല്പസമയം അവിടുത്തേക്ക് ഒന്ന് പുറത്തിറങ്ങണമെന്ന് തോന്നി പോലും, ഒന്നും അറിയാതെ ആളുകളുടെ നോട്ടത്തിൽ, സഹചര്യന്മാരുടെ നോട്ടത്തിൽ. അവരാണേലും അമ്പരക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഇറങ്ങേണ്ട കാര്യം എന്താണ്? ആരെ കാണാനാണ്? അങ്ങനെ മുൻകൂട്ടി ഒരു സൂചനയുമില്ല, പുറത്തൊന്നും മുൻകൂട്ടി ഒരു ക്ഷണവുമില്ല. അവിടുന്നാണ്ട് ഒരു അല്പം നടന്ന് ആ ക്ഷേത്ര സന്നിധിയിൽ വരുന്നു. അവിടെ ആരുമില്ലാഴുകയില്ല. എങ്ങനെയൊക്കെയോ അറിഞ്ഞും കേട്ടും കുറെ ആളുകൾ അങ്ങ് കൂടുന്നു. അപ്പൊ പുറപ്പെടാൻ സമയമായി. അപ്പൊ കൂട്ടത്തിലുള്ളവർ അടുത്ത സ്ഥലത്തേക്ക് എത്തുവാൻ ഉള്ളാലെ തിരക്ക് കൂട്ടുന്നുണ്ട്. പക്ഷെ ആ സന്നിധിയിൽ ആ ധൃതി കാണിച്ചുകൂടാ. എന്നാൽ ആരെയോ എന്തോ പ്രതീക്ഷിക്കുന്നത് പോലാണ് ആ ഇരിപ്പെന്ന് സഹചാരികൾ മനസ്സിലാക്കി. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഈ ചക്കയുമായി ചെല്ലുന്നത്. അവിടെ കൊണ്ടുചെന്നു. ആ ചക്ക പാദാന്തികത്തിൽ വെച്ച് നമസ്കരിച്ചു. അത്ഭുത സ്തബ്ധരായി ഈ കുടുംബാംഗങ്ങൾ. ഇത് സത്യമോ സ്വപ്നമോ? അവരുടെ കണ്ണൽപ്പം നിറയുന്നുണ്ട്. സാഗൂതം ആ മുഖത്തേക്ക് അല്പസമയം ഒന്ന് നോക്കി. ആ ചക്ക അവിടെ സ്വീകരിക്കപ്പെടുകയാണ്. അവിടുന്ന് വീണ്ടും യാത്ര പുറപ്പെടുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കണ്ടല്ലോ, ആ സമയത്ത് അവിടേക്ക് ഇറങ്ങേണ്ട യാതൊരു ആവശ്യവുമില്ല. എവിടേക്കോ പോകുന്ന ഒരു അത്യാവശ്യ കാര്യമൊന്നല്ല. ഗുരുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ ഒരുക്കത്തോടെ കരുതിയിരിക്കുന്ന ഒരു രംഗത്തേക്ക് ഉള്ള യാത്രയാണ്. അവിടുത്തെ ആ സ്വീകരണമൊക്കെ ഗംഭീരമായിട്ടാണ് ഒരുക്കപ്പെടുന്നത്. ധാരാളം ആളുകൾ അവിടെ കൂടുന്നുമുണ്ട്. പക്ഷെ നോക്കൂ, നിഷ്കളങ്കയായ ഒരു ഭക്ത, അത് ആത്മാർത്ഥമായിട്ട് നേർന്ന നേർച്ച, അത് സ്വീകരിക്കുന്നതിലായിരുന്നു ഗുരുവിന് തൃപ്തി. അത് സ്വീകരിക്കപ്പെട്ടതിലൂടെ എന്തെല്ലാം മാറ്റം അവരുടെ ആ ജീവിതത്തിൽ ഉണ്ടായി കാണും എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ എത്രയോ സന്ദർഭങ്ങൾ, എത്ര സന്ദർഭങ്ങൾ പറഞ്ഞാലും മതിയാവില്ല. പറഞ്ഞാലും തീരത്തുമില്ല. ചില സമയം ഈ നേരം പോക്ക് പോലും ഈ ഗൗരവമായി തീരാറുണ്ട്. അത് ഈ കൊച്ചി പ്രദേശത്താണ് ആ സംഭവം. അത് അല്പം ഉദ്യോഗ തലത്തിലുള്ള ആളുകളുടെ ഇടയിൽ നടന്നതാണ്. അല്പം ഭേദപ്പെട്ട ഒരു ഉദ്യോഗം വഹിക്കുന്ന ഒരാൾ. അദ്ദേഹം ഒരു നല്ല സ്വാമി ഭക്തനാണ്, നല്ല ആതിഥേയനാണ്. ആ പ്രദേശത്ത് വരുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളുക പതിവാണ്. എഴുന്നള്ളിയാലോ ഈ സൗഹൃദം വെച്ച് സഹപ്രവർത്തകരെന്ന് ഉള്ള പരിഗണനയിൽ ഈ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരെയെല്ലാം വിശേഷം അറിയിക്കാറുണ്ട്. സ്വാമി ദർശനത്തിനായി ഈ ജാതി മതഭേദമന്യേ പല ജാതി മതങ്ങളിലുള്ളവരാണ് സഹപ്രവർത്തകർ. പക്ഷേ അവരെല്ലാവരും ചെല്ലാറുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിൻ്റെ ആ സൽക്കാര സാമർഥ്യം അത് ഏറെ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. ഗുരു അതിൽ അതൃപ്തിയൊന്നും പ്രകടിപ്പിച്ചിട്ടില്ല, അത് ആസ്വദിക്കുകയാണ് പതിവ്. ഇപ്പൊ 2-3 അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ വസതിയിൽ തൃപ്പാദങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരുക്കിയ സൽക്കാരം,
അത് തൃപ്പാദങ്ങൾക്ക് മാത്രമല്ല, ചെല്ലുന്നവർക്കെല്ലാം ഉണ്ടാവും. അപ്പൊ ഈ സഹപ്രവർത്തകരായ രണ്ടുപേർക്ക്, അതിലൊന്നൊരു മുസ്ലിമോ എന്ന് ഒരു ക്രിസ്ത്യാനിയുമായിരുന്നു അത്രേ. അവരൊരിക്കലും ഒരു നേരം പോക്ക് ഒപ്പിച്ചു. അദ്ദേഹത്തെ ഒന്ന് പറ്റിക്കാം, കൂട്ടുകാരനെ ഒന്ന് പറ്റിക്കാം. ഇപ്പൊ രണ്ട് കാര്യമുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പറ്റിക്കുകയും വേണം. രണ്ടാമത്, സ്വാമി വരുന്നെന്ന് പറഞ്ഞാൽ നല്ലൊരു സൽക്കാരം അദ്ദേഹം ഒരുക്കും. അപ്പൊ അത് ശരിക്കും ആസ്വദിക്കാം. അങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു, തൃപ്പാദങ്ങൾ സ്ഥലത്തുണ്ട്, തൃപ്പാദങ്ങൾ സ്ഥലത്തുണ്ട്, അറിവ് കിട്ടി. ഇപ്പോൾ ഈ കടപ്പുറം ഭാഗത്തുണ്ടെന്ന് ആണ് അറിയാൻ കഴിഞ്ഞത്. അല്ല, അവിടെ വരികയാണെങ്കിൽ വീട്ടിൽ വരാതിരിക്കുമോ? ഇയാൾ അവിടെ നിന്ന് തൊഴുതു. ഓ, സ്വാമി വരും. ഇദ്ദേഹം പെട്ടെന്ന് സ്വാമിയെ വരവേൽക്കുന്നതിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പൊ ഓരോ തവണയും വിശേഷപ്പെട്ട എന്തെങ്കിലും വിഭവങ്ങൾ തയ്യാറാക്കുകയോ വരുത്തുകയോ ഒക്കെയാണ് പതിവ്. അപ്പോൾ ഏതു സമയവും വന്നേക്കാമല്ലോ എന്ന് പ്രതീക്ഷിച്ച് അദ്ദേഹം അപ്പോൾ ലഭ്യമായ കുറെ വിശേഷ പലഹാരങ്ങളൊക്കെ വരുത്തി. ഏത് സമയം കടന്നു വന്നാൽ അത് തയ്യാറാക്കാനുള്ള സാവകാശമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ സഹപ്രവർത്തകരെല്ലാവരും കൂടി അവിടെ ചെല്ലുകയും ചെയ്തു. അപ്പൊ അവരിങ്ങനെ ഊറി ഊറി ചിരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തിനാണെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. സ്വാമിയുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതത്ര ഗൗരവമായിട്ട് എടുക്കാനും നിർവാഹമില്ലായിരുന്നു. അതിലൊന്നും പങ്കുചേരാനും അല്ലെങ്കിൽ അതെന്താണെന്ന് ചകയാനുമുള്ള സാഹചര്യമല്ലായിരുന്നു. അവരിങ്ങനെ തത്രപ്പെട്ട് ചില ഒരുക്കങ്ങളൊന്നും തീരുകയില്ല. അങ്ങനെ ഓരോന്നോരോന്നൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോ ഇതിലൊരു വിദ്വാൻ ആ ഗൃഹനാഥനോട് പറഞ്ഞു, സ്വാമി വരില്ല കേട്ടോ, ഞങ്ങളൊന്ന് കളിപ്പിക്കാൻ പറഞ്ഞതാണ്. പക്ഷേ അതൊരു കളി പറയുന്നതായിട്ട് ഇയാൾക്ക് തോന്നിയത്. അതേസമയം മറ്റവർക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു. ഉള്ളിൽ അങ്ങനെ ഒരു ആശങ്ക അവർക്ക് ഇടയ്ക്ക് എപ്പോഴോ അങ്കുരിച്ചും കഴിഞ്ഞിരുന്നു. എന്താ ദൈവമേ, ഇദ്ദേഹം എത്ര ഭക്തിപൂർവമാണ്, വിശ്വാസപൂർവമാണ് സ്വാമികളെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്നത്. സ്വാമികൾ എത്തില്ല എന്ന് അറിയുമ്പോൾ അദ്ദേഹത്തിനത് വിഷമമാകുകയില്ലേ? എത്രയാണെന്ന് പറഞ്ഞാലും കാത്തിരുന്ന് അദ്ദേഹം വിഷമിക്കണ്ട, ഇത് പറഞ്ഞേ തീരൂ എന്നുള്ള നിലയിലെത്തി. ഇങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ കളിപ്പിക്കുവാൻ പറഞ്ഞതാണ് എന്ന് അദ്ദേഹത്തോട് പറയുന്നത്. നമ്മൾ കരുതുന്ന പോലെ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകുമോ, ക്ഷോഭം ഉണ്ടാകുമോ ഒന്നുമല്ല ഉണ്ടായത്. ഒരു തമാശ പറയുന്നത് പോലെയാണ്, ഒരു തമാശ ഇവർ പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന് ഇത് തോന്നിയത്. ഇങ്ങനെ അവരോടത് മറുപടി പറയാൻ ഭാവിക്കുമ്പോഴാണ്ട് കേറി വരുന്നു സാക്ഷാൽ സ്വാമി തൃപ്പാദങ്ങൾ. നോക്കണേ, ഇവിടെ അമ്പരന്നു പോയത് ഈ സുഹൃത്തുക്കളാണ്. മറ്റേ ഗൃഹനാഥൻ ആതിഥേയന് അമ്പരപ്പൊന്നുമില്ല. അയാളത് പ്രതീക്ഷിച്ചിരുന്നു. ഒപ്പം ഓർത്തു നോക്കണം, മുൻകാലങ്ങളിൽ ഏതാനും തവണ അവിടെ ചെന്ന് വിശ്രമിക്കുകയുണ്ടായിട്ടുണ്ട്, അവിടുത്തെ ആതിഥ്യം അനുഭവിക്കുകയുണ്ടായിട്ടുണ്ട്. ആ ആതിഥേയന്റെ നല്ല മനസ്സ്, ആ ആതിഥേയന്റെ ശുഭശീലം എന്ന് പറയാം, എത്ര ആകർഷിച്ചിട്ടുണ്ടായിരിക്കും ഗുരുവിനെ. ഇതും ഏത് സന്ദർഭത്തിൽ അവിടെ പെട്ടു. മറ്റവർ പറഞ്ഞത് തികച്ചും നുണയായിട്ടാണ് പറഞ്ഞത്, കളിപ്പിക്കാൻ വേണ്ടി തന്നെ, നേരം പോക്കിനായി തന്നെ പറഞ്ഞതാണ്. പക്ഷേ
ആ സമയം നോക്കുക, എത്ര കൃത്യമായിരുന്നു. അവിടേക്ക് തൃപ്പാദങ്ങൾ കടന്നു വരുന്നു, ആ ആതിഥ്യം സ്വീകരിക്കുന്നു. അവിടെ ഒന്ന് സംഭവിക്കുന്നുണ്ട്. ഇതാണ് കൺകണ്ട ദൈവം എന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവുമെന്ന് തീർച്ചയാണ്. ഇതൊക്കെ നേരനുഭവമാണ്. അത് വിശ്വസിക്കാതിരിക്കാൻ ആർക്ക് സാധിക്കും? പ്രിയമുള്ളവരെ, ഒരു സന്ദർഭവും കൂടി കണ്ടുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. എങ്കിലും അതിലൂടെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കടന്നുപോയി അതൊന്ന് ആസ്വദിക്കാൻ ശ്രമിക്കാം. അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വൈക്കം വടയാർ ഭാഗത്താണ് ഈ സംഭവം നടക്കുന്നത്. ഗുരുദേവന്റെ സാന്നിധ്യം പൂത്തോട്ട, വൈക്കം ഭാഗത്തൊക്കെ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. അവിടെ ഈ പരവൂർ എന്നൊരു സ്ഥലമുണ്ട്. പകലുണ്ണാപ്പറവൂര് എന്ന് ആ ഭാഗത്ത് അറിയപ്പെടുന്നു. അപ്പൊ അവിടെ വലിയ പഠിപ്പൊന്നുമില്ല, വലിയ അറിവൊന്നുമില്ല. അയാളൊരു സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു പച്ച മനുഷ്യൻ. എന്നാൽ ഒരു മുരട്ട് സ്വഭാവമുണ്ട്. അദ്ദേഹം വിചിത്രമായ ചില നടപടികൾ എടുക്കുകയാണ്. അയാൾക്ക് എന്തുകൊണ്ടോ തോന്നി, അതിനെന്തെങ്കിലും കാരണം ഉണ്ടായി കാണും. പക്ഷെ അതെന്താണെന്ന് നമ്മൾ എന്തിനു ഊഹിക്കണം? അതൊന്നും പറയപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതങ്ങ് വിടുക. എന്താണെങ്കിലും അദ്ദേഹം എടുത്ത ഒരു നിലപാട്, താൻ മുഖാന്തരം സ്വാമിയുടെ മഹത്വം ലോകമറിയണം. നോക്കണേ, ഇയാള് ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളല്ല, കൂടുതലേ ആധ്യാത്മിക ചര്യകളൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സാധാരണയിൽ സാധാരണക്കാരനായ നാട്ടുംപുറത്തുകാരൻ എന്ന് മാത്രമല്ല, ഒരു പരുക്കൻ പ്രകൃതക്കാരൻ. അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ ഗൃഹത്തിന് സമീപത്തായിട്ടൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ ഗുരുവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇദ്ദേഹം ഒരു ദിവസം കുളിയൊക്കെ കഴിഞ്ഞു വന്ന് ഒരു ചെറിയ കുഴി തീർക്കുന്നു. 2 മൺകുടങ്ങൾ, പുത്തൻ മൺകുടങ്ങൾ വെള്ളം നിറച്ചു കൊണ്ടുവരുന്നു. അപ്പൊ ആ വെള്ളത്തിൽ അല്പം പുഷ്പമിടുന്നു. എന്നിട്ട് ആ കുഴിയിലൊരു വാഴക്കന്ന് നടുകയാണ്. വാഴക്കന്ന് നട്ട് ആ കുടത്തിലെ വെള്ളം ഇതിന്റെ ചുവട്ടിൽ ഒഴിക്കുന്നു. പിന്നെ ദിവസവും അദ്ദേഹത്തിന്റെ പ്രഭാതചര്യ, ഈ 2 കുടത്തിലും വെള്ളം കൊണ്ടുവരും. എന്നിട്ടോ വടക്കോട്ട് തിരിഞ്ഞ് ഓം ശ്രീനാരായണായ നമ, ഓം ശ്രീനാരായണായ നമ, ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ജപിച്ചു കൊണ്ടിരിക്കും. ജപിച്ചു കഴിഞ്ഞ് കയ്യിലുള്ള ഒരു പിടി പുഷ്പം ഈ കുടത്തിലേക്കിടും. ആ വെള്ളം ഈ വാഴയുടെ ചുവട്ടിൽ ഒഴിച്ചിട്ട് അയാളുടെ ജോലിയിലേക്ക് പോകും. ഇത് പക്ഷേ ശ്രദ്ധിക്കപ്പെട്ടു. അസാധാരണമായ ഒരു പ്രവൃത്തിയാണ്. വാഴ വെക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ല, എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് വിചിത്രമായ ഒരു രീതി. രാവിലെ ക്ഷേത്രത്തിൽ വരുന്ന പോലെ തന്നെ അതും
പൂർണ്ണ നോയമ്പോടെ ആയിരിക്കുമല്ലോ. ഇവിടെ വന്നിരുന്ന് നാമം ജപിച്ച് വെള്ളമൊഴിച്ചേച്ച് പോവുക. സ്വാഭാവികമായിട്ടും കരക്കാർ ഇതന്വേഷിക്കും, ഇതെന്താണിങ്ങനെ. അപ്പോൾ അയാൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞത്, എൻ്റെ സ്വാമി ദൈവമാണെങ്കിൽ ഈ കൊല പാകപ്പെട്ടു വരുമ്പോൾ ഇവിടെ വന്ന് ഇത് സ്വീകരിക്കും. കേട്ടവർ ഏറെ പേര് ചിരിച്ചു. അതിൽ നിന്ന് ഊഹിക്കാമല്ലോ. ഏറെ പേരും ചിരിച്ചു എന്ന് പറയുമ്പോൾ അസംഭവ്യമായ ഒരു കാര്യം. അവർക്കത് ഉറപ്പായിരുന്നു. പക്ഷെ ചിലരൊക്കെ പറഞ്ഞു, ഇത് വിശ്വാസത്തോടെയാണ് ചെയ്യുന്നതെങ്കിൽ നടന്നിരിക്കും. ഇത് നടക്കാൻ മേലാഴുകയില്ല. ഇതൊക്കെ പറഞ്ഞത് ആ നാട്ടിലുള്ള ചുരുക്കം ചില മുസൽമാന്മാരോ ക്രിസ്ത്യാനികളോ ആയിരുന്നു. മറ്റുള്ളവരെല്ലാം ഇതിനെ ഒരു നേരം പോക്കായും ഒരു ഭ്രാന്തായി, അങ്ങനെയും പറയാമല്ലോ, അങ്ങനെ കരുതി. പിന്നെ ഇതൊരു വാർത്തയല്ലാതായി മാറി. ഇതിങ്ങനെ തുടരുകയാണ്. ഒരു വാഴ ഒരു കൊലയായി പാകപ്പെട്ട് വരണമെങ്കിൽ മാസങ്ങൾ താണ്ടണം. ഇദ്ദേഹം ഈ നിഷ്ഠ തെറ്റാതെ ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ വാഴ ആയത്തിൽ വളർന്നുയരുന്നു. പിന്നെ കുടം വരുന്നു. അതിങ്ങനെ കായ്കൾ വിരിയുന്നു. അത് പിന്നെ പയ്യെ 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 പുഷ്ടിപ്പെട്ടു വരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ നിഷ്ഠ തുടരുകയാണ്. കാ മൂക്കുന്നു. പിന്നെ ഇതാ നിറം മാറുന്നു. ഇതാ അടിപ്പടല മുതല് നിറം മാറി മാറി അവസാനം ആ കൊല മൊത്തത്തിൽ പഴുക്കുന്നു. സ്വാമി വരുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ആ പഴം അവിടെ ഈ കിളികളിൽ നിന്നും മറ്റും ഉപദ്രവം ഉണ്ടാകാതെ സംരക്ഷിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഒരു പ്രമാണി ഉപദേശിച്ചു, സ്വാമി വരട്ടെ, ഈ കൊല ഇങ്ങനെ നിർത്തണ്ട, ഇത് മുറിച്ച് വീട്ടിൽ സൂക്ഷിക്കുക, സ്വാമി വരും. അങ്ങനെ ഇയാൾ ആ കൊല മുറിച്ച് വീട്ടിൽ അത് ഭദ്രമായിട്ട് പൊതിഞ്ഞ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ആ ജപം ആ കൊലയുടെ മുമ്പിലായത്രേ. അയാൾക്കൊട്ടും സന്ദേഹമില്ല, സ്വാമി വരും, സ്വാമി വരും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം നെയ്യാറ്റിൻകര പ്രദേശത്ത് ഗുരുദേവനൊരു പ്രസിദ്ധപ്പെട്ട ഭവനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ ഈ സംഭവം നമുക്ക് ഏറെക്കുറെ ഊഹിക്കാം. ഗുരുദേവന്റെ ആദ്യ മലബാർ യാത്രയ്ക്ക് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ 1906 മുമ്പാണ്. ഇത് കൃത്യമായി പറയാൻ കാരണം, അന്ന് മലബാർ യാത്രാവേളയിൽ ആലുവയിൽ വെച്ച് ഗുരുദേവന് ഈ വിഷൂജിക പോലെ ഒരു അസുഖം പിടിക്കുന്നുണ്ട്. അവിടുന്ന് ആകെ പരിക്ഷീണനാകുന്നുണ്ട്. വൈദ്യന്മാരും ഡോക്ടർമാരും എല്ലാം നേരം വെളുക്കില്ല എന്ന് വിധിച്ച ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ട്. ആശയറ്റ എല്ലാവരും നിൽക്കുകയാണ്. ഗുരു ഒന്ന് നേരം വെളുപ്പിക്കില്ല. കുമാരനാശാൻ ആ വർഷം എഴുതുന്ന SNDP യോഗത്തിന്റെ ആ വാർഷിക റിപ്പോർട്ട് ഒന്ന് വായിച്ചു നോക്കേണ്ടതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വിലപ്പെട്ടയൊന്ന് നമുക്ക് തിരിച്ചു കിട്ടിയ വർഷം എന്നാണ് ആശാൻ അതിനകത്ത്. ഈ വാചകമല്ലെന്നേ ഉള്ളൂ, അതിന്റെ താല്പര്യം അങ്ങനെയാണ്. അത്ര ചലനം ഉണ്ടാക്കിയ ഒരു സംഭവമാണ്.
അന്ന് ഈ പറയുന്ന നെയ്യാറ്റിൻകരയിലെ ഈ പ്രസിദ്ധപ്പെട്ട ഭവനത്തിലെ രണ്ടാമത്തെ ആൾ, അദ്ദേഹം ബ്രഹ്മചാരിയാണ്, വിവാഹിതനല്ല. ഗുരുദേവന്റെ വടക്കൻ യാത്രയിൽ ഒപ്പം കൂടിയിട്ടുണ്ട്. ഗുരുദേവൻ ഇങ്ങനെ ഒരു ദുസ്ഥിതിയെ കടന്ന സമയം ഇദ്ദേഹത്തെയും ആ അസുഖം ബാധിച്ചിരുന്നു. ഇദ്ദേഹം സുഖം പ്രാപിച്ചു വരികയായിരുന്നു. ഗുരുദേവന്റെ നാഡിമിടിപ്പ് പോലും നിലയ്ക്കാൻ പോകുന്നു എന്ന് ഡോക്ടർ വിധിച്ച സമയമാണ്. എല്ലാവരും ആശയറ്റിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ അസുഖം മൂർച്ഛിക്കുന്നു. ഇദ്ദേഹം അവിടെ മരണപ്പെടുകയാണ്. ഗുരുദേവൻ ക്രമേണ സുഖം പ്രാപിക്കുകയാണ്. ഇതിനെയൊക്കെ എങ്ങനെ വിവരിക്കുമെന്നറിയത്തില്ല. അയ്യോ, ഇതിനെ അന്ധവിശ്വാസം എന്നൊന്നും പറയരുതേ. സാക്ഷാൽ കുമാരനാശാനാണ് ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവിശ്വസിക്കേണ്ട കാര്യമില്ല. ആശാനുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും കൂടിയാണിത്. എന്തുകൊണ്ടെന്നാൽ വീണ പൂവിന് അടിസ്ഥാനം ഗുരുവിൻ്റെ ആ കിടപ്പാണ്. ആ പോക്കിലാണ് പാലക്കാട്ട് വെച്ച് അദ്ദേഹം വീണപൂ രചിക്കുന്നത്. എന്താണ് വീണപൂവിൻ്റെ പ്രചോദനമെന്ന് ഒന്നിലധികം സന്ദർഭത്തിൽ ആശാൻ ഇത് അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ കാര്യമാണ്. അതിനെ നമ്മൾ വിശ്വസിക്കണ്ടേ? ഭാവനയിൽ ഓരോരുത്തരൊക്കെ എഴുതി വെച്ച കാര്യങ്ങളുടെ പുറകെയാണോ നമ്മൾ പോകേണ്ടത്? ഇനി എന്തെങ്കിലും ചിന്തിക്കുക. പ്രിയമുള്ളവരെ, ഇവിടെ കാലത്തെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന ആൾ മരിക്കുന്നത് 1906 ഇദ്ദേഹത്തിന്റെ വസതിയിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിരിക്കണം. ആ സമയത്താണ് ഗുരുവിനെ മഹത്വപ്പെടുത്താൻ ഒരാൾ വാഴ വെച്ച് അത് പഴമാക്കി ഗുരുവിനെ കാത്തിരിക്കുന്നത്. ഗുരു ഈ സമയം കടപ്പുറത്ത് വിശ്രമിക്കുന്നു. വിശപ്പ് തോന്നുന്നു, എന്നാൽ ഒന്നും കഴിക്കാനും തോന്നുന്നില്ല എന്ന് മൊഴിയുന്നു. അപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന ഇദ്ദേഹം, ഈ മരണപ്പെട്ട ആലുവയിൽ വെച്ച് മരണപ്പെട്ട അദ്ദേഹം, ആ ശിഷ്യൻ, കൽപ്പന പോലെ അവിടുന്ന് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ നടക്കട്ടെ. എപ്പോഴും അങ്ങനെയാണ്, ആജ്ഞാനുസരണം, കൽപ്പന പോലെ എന്നൊക്കെ പറഞ്ഞു നിൽക്കത്തേയുള്ള ഉത്തമ ശിഷ്യന്മാർ. നിർബന്ധിക്കില്ല. അപ്പോൾ ആഹാരം വല്ലതും വേണോ, അത് കൊണ്ടുവരാ, ഇത് കൊണ്ടുവരാ എന്നുള്ള തത്രപ്പാടൊന്നും അദ്ദേഹം കാണിക്കുന്നില്ല. ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞ് അല്പം മൗനമായിട്ടിരുന്നിട്ട് എഴുന്നേൽക്കുകയാണ്. അവിടുന്ന് നടന്ന് പിന്നെ ഒരിടത്ത് വന്ന് ഈ വള്ളം, ബോട്ട് സൗകര്യം ഉള്ളിടത്ത് എത്തിപ്പെടുന്നു. അവിടെ നിന്ന് ബോട്ടിൽ യാത്ര തുടരുന്നു വടക്കോട്ട്. എങ്ങോട്ടാണെന്നൊന്നും ഒരു സൂചനയുമില്ല. അനുഗമിക്കുകയല്ലാതെ വേറൊരു മാർഗവുമില്ല. അങ്ങനെ 3 ദിവസം താണ്ടി ഇതാ ഈ പറഞ്ഞ പരവൂരെത്തിച്ചേരുന്നു. എത്തിച്ചേരുന്നത് ഈ വാഴ നിന്ന ആ സ്ഥലത്താണ്, ആ ക്ഷേത്രത്തിലാണ്. അവിടുത്തെ വൈദികൻ ശാന്തി പോയിട്ടുണ്ടായിരുന്നില്ല. സ്വാമിയെ കണ്ട് എന്തു വേണമെന്നറിയാതെ അദ്ദേഹം ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നെ ഓടിച്ചെന്ന് ആ ക്ഷേത്രത്തിൻ്റെ പ്രമാണിയോട് വിവരം പറഞ്ഞു. അദ്ദേഹം വേഗം അവിടെ എത്തി. അപ്പം മഴ നനഞ്ഞാണ് വരുന്നത്. ആ ശാന്തി ഗുരുദേവനെ ആ ദേഹം തുടച്ച്, കോടി വസ്ത്രം അവിടെ ആരും ഉപയോഗിക്കാത്തത് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിൽ നിന്ന് ആ കോടി വസ്ത്രം ഗുരുവിനെ ഉടുപ്പിച്ചു. ഗുരു അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഈ പ്രമാണി ഓടി വരുന്നത്. നമസ്കരിച്ചു. അപ്പൊ അവിടുത്തേക്ക് വിശപ്പുണ്ട്, നോക്കണം. ആ കടപ്പുറത്ത് നെയ്യാറ്റിൻകരയുടെ സമീപത്ത് നിന്ന് പോന്നിട്ട് 3-ാം നാളാണ്. ഒന്നും കഴിച്ചതായിട്ട് സൂചിപ്പിക്കുന്നില്ല.
അവിടത്തേക്ക് പെട്ടെന്ന് സംഘടിപ്പിക്കാവുന്നത് ക്ഷേത്രമല്ലേ. നാളികേരം ഉണ്ടായിരുന്നു, കൽക്കണ്ട ഉണ്ടായിരുന്നു, പിന്നെ മുന്തിരി ഉണ്ടായിരുന്നു. അതൊക്കെ അവിടുത്തെ മുമ്പിൽ വെച്ചു. അപ്പോ ഗുരു ആരായുകയാണ്, ഇവിടെ പടറ്റിപ്പഴം കിട്ടുമോ? എന്നിട്ട് ആത്മകഥം പോലെ പറയുകയാണ്, ഓ, കടയൊക്കെ അടച്ചിട്ടുണ്ടാവുമില്ലേ? അസമയമാണ്, രാത്രി അസമയമാണ്, കടകളെല്ലാം അടഞ്ഞു പോയിരിക്കും. നോക്കൂ, ഇതറിയാത്തയാളാണോ? പക്ഷേ അറിഞ്ഞ ഭാവമില്ല, കടയെല്ലാം അടഞ്ഞിട്ടുണ്ടാവും. മറ്റേ അപ്പൊ പടറ്റിപ്പഴമെന്ന് കേട്ടപ്പോ ഇതാ ഒരാള് അപ്പുറത്ത് ഇതും വെച്ചോണ്ട് തപസ് ചെയ്യുകയാണ്. പെട്ടെന്ന് ആ കാര്യം ഓർത്തു പറഞ്ഞു. സ്വാമിക്ക് വേണ്ടി ഒരു കൊലയുമായി ഒരാൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോ പ്രസന്നതയോടെ അവിടുന്ന് മുഴിഞ്ഞു, ഒത്തുപോയല്ലോ, എങ്കിൽ കൊണ്ടുവരട്ടെ. ഭക്തഭവനവും ഇവിടവും ഒരുപോലാണല്ലോ. ആ വാക്കുകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഭക്തഭക്ത ഇരിക്കുന്നത് ക്ഷേത്രത്തിലാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഗുരു മൊഴിയുന്നത്, ഭക്തഭവനവും ഇവിടവും ഒരുപോലാണല്ലോ. ഇവിടുത്തെ പോലുള്ള വിശുദ്ധിയും നിഷ്ഠയും ആ വീട്ടിൽ ഉണ്ടായതിനെ പ്രശംസിക്കുകയായിരുന്നിരിക്കാം അവിടുന്ന്. എന്തുമായിക്കൊള്ളട്ടെ, ഈ പ്രമാണി വേഗം ആ വീട്ടിലെത്തി. സ്വാമി വന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം ആ കൊല, അപ്പൊ അത് മൂടിയ വട്ടിയിലാണ്, ആകപ്പാടെ ആ പഴുത്തിട്ട് അത് അടരാൻ തുടങ്ങിയിരുന്നു. ഇതെല്ലാം വളരെ സൂക്ഷിച്ച് കൂട്ടിപ്പിടിച്ച് ഇതാ ഗുരുവിന്റെ മുമ്പിൽ കൊണ്ടുവെക്കുന്നു. അവിടെ നമസ്കരിക്കുന്നു, തൃപ്തിയാവോളം നമസ്കരിക്കുന്നു. ഗുരു തന്നെ അതിലൊരു പഴമെടുത്ത് പകുതി ഭക്ഷിക്കുന്നു. പലപ്പോഴും അവിടുന്ന് അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അവിടെ ആ പഴം ഭക്ഷിക്കുക മാത്രമല്ല, അതിൻ്റെ തൊലി കൂടി ഭക്ഷിക്കുന്നു. അറിഞ്ഞു കേട്ട് ധാരാളം ആളുകൾ അവിടെ ഒത്തുകൂടുന്നത് ഭയങ്കര അത്ഭുതമായി പോയല്ലോ, വലിയ അത്ഭുതമായി പോയല്ലോ. ഇത് നേരാണോ? കൗതുകം. അതുകൊണ്ട് അസാധാരണമായ രീതിയിൽ ആൾ കൂടി. ഈ കഴിച്ചതിൻ്റെ ബാക്കി ആ ഭക്തന് തന്നെ കൊടുക്കുന്നു. അതിൻ്റെ തൊലിയും വിശേഷപ്പെട്ടതാണ് എന്ന് കൽപ്പിച്ച് എല്ലാവരും തൊലിയോടെ ഭക്ഷിക്കുവാൻ നിർദ്ദേശിക്കുന്നു. നാരായണ നാമം ജപിച്ചുകൊണ്ട് ജലധാര നടത്തി അതുപോലെ വളർത്തിക്കൊണ്ടുവന്ന ആ വാഴയുടെ മഹത്വം, അതിൻ്റെ തൊലി പോലും വിശേഷപ്പെട്ടതാണ്. അവിടുന്ന് ഈ സന്തോഷം അത് ഉപരിയായി ആ നാട്ടിലുള്ളവരെല്ലാം ഏതെല്ലാം തരത്തിൽ നിരൂപണം ചെയ്തിരുന്നു ഈ വാഴ ഇങ്ങനെ വെച്ചതും ഇതിനെ ഇങ്ങനെ പരിപാലിക്കുന്നതും. പലർക്കും ആകാംക്ഷയുണ്ടായിരുന്നു, സ്വാമി വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? പക്ഷേ അപരിഷ്കൃതനെന്ന് മറ്റുള്ളവർ കരുതിയ ഈ തികച്ചും നാട്ടിൻ പുറത്തുകാരനായ ഈ ഭക്തൻ, അദ്ദേഹം പരീക്ഷിക്കാനായിരുന്നില്ല അത് ചെയ്തത്. പിന്നെയോ താൻ മുഖാന്തരം ഗുരുവിൻ്റെ മഹത്വം ലോകമറിയണം. നോക്കൂ, നാം ഒക്കെ അവിടുത്തെ മഹത്വം അറിയുന്നത് ഈ വക ലീലകൾ കണ്ടുകൊണ്ടാണ്. ഇങ്ങനെയും ചില ഭക്തന്മാരുണ്ട്, അവരിലൂടെ ഗുരു മഹത്വപ്പെടുകയാണ്. ഇതിൻ്റെയൊക്കെ ചെറു കണികകളാകാൻ നമുക്കും കഴിയേണ്ടതാണ്. പലപ്പോഴും ഗുരുദേവ അനുഗ്രഹം സിദ്ധിച്ചു എന്ന് പറയുന്നത് തന്നെ തെല്ലൊരഹംഭാവത്തോടെയാണ്. ഗുരു എൻ്റെ കൂടെയാണ്, അല്പം ധാർഷ്ട്യത്തോടെയാണ് പറയുന്നത്. അങ്ങനല്ല.
എവിടെയാണോ അഹംഭാവമില്ലാത്തത് അവിടെ ഭഗവാൻ ആകർഷിക്കപ്പെടുന്നു. എവിടെ അഹംഭാവമുണ്ടോ അവിടുന്ന് ഭഗവാൻ അകന്ന് അകന്നു പോകുന്നു. അതുകൊണ്ട് അഹംഭാവം വെടിയ നിഷ്കളങ്കമായ ഭക്തിയിലേക്ക് നമുക്കെല്ലാവർക്കും അടുക്കാൻ അതിന് പ്രചോദനമാകട്ടെ ഇത്തരം മഹാലീലകൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഭാഷണത്തിലൂടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.